റീവെന്റ് കണ്ടു നോക്കി ഞങ്ങളെ തൊട്ടുംകോരക്കാരി പെണ്ണുങ്ങൾക്ക് കണ്ടം കൊടുത്തവനാരാടി. നീ അടിച്ചടിയതേ കൈ ചുമന്നടാ. അത് നമ്മുടെ എനർജി ലെവലാ. ക്യാമറ അപ്പം ഭയങ്കര എനർജിയാ. ഇപ്പൊ ഞാൻ അഭിനയിക്കാനൊക്കെ അറിയുന്നവരാണ് ഇത്ര ടേക്ക് എടുക്കുന്ന കാര്യമുണ്ടോ? നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് റോഡിന് അപ്പുറത്ത് നിന്നാ, ഇവൻ ഇപ്പുറത്ത് നിന്നാ ക്യാമറ എടുക്കുന്നത്. നമ്മൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അവൻ ടിപ്പർ അടുത്ത ഷോട്ട് ഇവിടെ ഒരു ബാക്കി വീഡിയോ എടുത്തിട്ട് രാവിലെ ആയിപ്പോണ്ടല്ലോ. രാവിലെ അന്നത്തെ എനിക്ക് വിവോ വൈഫൈ ഫോണാ, അന്നത്തെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ അല്ലേ. ഇത് ഞാൻ നെറ്റ് ഓഫ് ആക്കിട്ട് അവിടെ കിടക്കുന്നത്. രാവിലെ നെറ്റ് ഓൺ ആക്കി പോണ്ടല്ലോ. ചേച്ചി സത്യം പറയട്ടെ, ഇത് ടിക്ടോക്ക് എല്ലാം നമുക്കൊരു 6-5 വർഷം ടച്ച് വിട്ട് പോച്ച്. പാമ്പുകളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊണ്ടുവന്നതിന് താങ്ക്സ്. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പൂമുഖം വാടിടേണ്ട ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഇത് പാമ്പുകളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊണ്ടുവന്നതിന് താങ്ക്സ്. എനിക്കിതാ എന്റെ അനിയന്മാരാ. എനിക്ക് ചെയ്താ. ഹലോ, നിങ്ങളുടെ വൈറലായിട്ടുള്ള ഡാൻസ് കണ്ടിരുന്നു. പക്ഷേ ഒരാളും കൂടി ഇല്ലേ ക്യാമറ? ഇവിടുത്തെ കുഞ്ചാക്കൻ ഇന്റർ ഇട്ട് വാ. ഓക്കെ, പേര് പറഞ്ഞില്ല. പേര് പറ. അമൽ, കിഷോർ, അംബരീഷ് പി എസ്, പ്രബുൽ പ്രഭ. ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പാമ്പ് പിടിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. പാമ്പ് പിടിച്ചു വന്നിട്ട് ഞങ്ങളൊക്കെ വൈറലാകാൻ വേണ്ടി അതന്നെ അളയിലിരുന്ന് പാമ്പുകളെ രാവിലെ തന്നെ പിടിച്ച് വെളിയിലേക്ക് ആക്കി. നിങ്ങളുടെ ഇപ്പൊ അത് 72 മില്യൺ ആയി. സത്യം പറയട്ടെ, സത്യം പറയട്ടെ, നിങ്ങളുടെ വീഡിയോ ഞാൻ ആദ്യം കണ്ട് എന്നിട്ട് ഞാൻ അത് സ്റ്റാറ്റസ് ഇട്ട്. നല്ല രസമുണ്ട്. അമ്പോ പൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു വലിയ ഒത്തിരി പ്രായമുള്ളവരാണെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി കൊച്ചു പിള്ളേർ. നമ്മുടെ ഈ കൂട്ടത്തിൽ ഓഡിയൻസ് കണ്ടറിയാം, നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം തോന്നിക്കുന്ന ഇവരല്ലേ. പക്ഷെ ഏറ്റവും കുറവ് ഇവന് ശരിക്കും. ആർക്കാ? അതവനാണോ? അല്ല, ഞാൻ കുറ്റാക്കോനാ. ഏറ്റവും കൂടുതൽ എന്റെ അനിയന്മാരാണെന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പ്രഫുൽ എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഫിലിമിലാണ് നോക്കുന്നത്. ഫുള്ള് അഭിനയമാണ് നോക്കുന്നത്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. പോർക്കൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഷോർട്ട് ഫിലിമായിട്ടേ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിം സീരിയസ് ആയിട്ടുള്ള ഫിലിമിലോട്ട് വരാനുള്ള പരിപാടിയാണ്. ഓക്കെ ഓക്കെ. പക്ഷെ അതിലും വൈറലായല്ലോ. ഒരു ഫിലിമിൽ വരുന്ന കഴിഞ്ഞും വൈറലായല്ലോ നിങ്ങൾ. ഈ പാട്ട് ഇദ്ദേഹമായിരുന്നു ക്യാമറ. ഭയങ്കര വാക്കുകളൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ വൈറലായത്. ആ ഒരു ഷോട്ടില് നമ്മളിങ്ങനെ കളിച്ച് പോകുന്ന കാര്യമില്ല. അത് എത്ര ടേക്ക് എടുത്തു? നേരം കാണുമ്പോ അറിയാം എത്ര ടേക്ക് എടുത്ത്. ഞങ്ങളുടെ പുറത്തെ വിയർപ്പൊക്കെ കണ്ടില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കി, ഞങ്ങള് സാധാരണ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മള് വീട്ടിലോട്ട് വരുമ്പോ അമ്മ ചോദിക്കുന്ന വാർക്കപ്പണി കഴിഞ്ഞു അമ്മമാര് വിയർത്ത് കുളിച്ചതായിരുന്നോ? ഒരു വീഡിയോ ഒക്കെ പറയുമ്പോൾ നമ്മൾ നല്ല കഷ്ടപ്പാടുണ്ട്. എത്ര ടേക്ക് എടുക്കും? അഭിനയിക്കാൻ അറിയത്തില്ലാത്ത ഇവരെ വെച്ചിട്ട് എങ്ങനെ ഒരു ക്യാമറമാൻ റോൾ ചെയ്യുന്നു? അഭിനയിക്കാൻ അറിയത്തില്ലെന്നോ? പറഞ്ഞു കൊടുക്കന്നെ പറ്റി. അല്ല, കൊച്ചാക്കൽ. ഇപ്പൊ ഞാൻ പറയാം, അഭിനയിക്കാനൊക്കെ അറിയുന്നവരാണ് ഇത്ര ടേക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? സംഭവില്ലേ? നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് റോഡിന് അപ്പുറത്ത് നിന്നാ, ഇവൻ ഇപ്പുറത്ത് നിന്നാ ക്യാമറ എടുക്കുന്നത്. നമ്മൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ തന്നെ അവൻ ടിപ്പർ അടുത്ത ഷോട്ട് ഇവിടെ ഒരു ബാക്കി നിർത്തി. നമ്മുടെ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞ് പിന്നെ അതേ ലൊക്കേഷൻ ഞങ്ങൾ ഒരു വീഡിയോ വേറെ വീഡിയോ എടുത്തു. അപ്പൊ എല്ലാ വണ്ടിക്കാരെല്ലാം അയ്യോ, നമ്മള് വണ്ടിക്കാരുടെ കാര്യം നിങ്ങളുടെ റീൽസിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളൊക്കെ എവിടെയുള്ളവരാ? നാട് പറഞ്ഞില്ല. കോട്ടയം. എല്ലാരും കോട്ടയംകാരാ? ഓക്കെ, ഞാനും കോട്ടയംകാരിയാണ്. വന്ന ഞാൻ
ഇങ്ങനെ സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിലെ കുഞ്ചാക്കോവനാ. ഇവന്റെ വീഡിയോ കണ്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാം ഇങ്ങനെ ഡാൻസ് കളിച്ച മറ്റേ വീഡിയോ ഇപ്പൊ മറ്റേ ഞാനിപ്പുഴയോരത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ റൊമാൻസ്. നാട്ടിലെ ഏറ്റവും തൊലിവെറുപ്പുള്ള ഇവനാ. ഭയങ്കര അസൂയാണ്. ഞങ്ങള് പിന്നെ അറിയാലോ ഇങ്ങനെയുള്ള ഇവന് അതിന്റേതായ അഹങ്കാരം, പ്രത്യേക അഹങ്കാരം ഇവനുണ്ട്. പക്ഷെ പെണ്ണില്ല കേട്ടോ. ഇവനും പെണ്ണില്ല. ഏറ്റവും മൂത്ത 30 വയസ്സായി. ഇത് കെട്ടിയിട്ടാണ് ഞാൻ കേട്ടോ. അല്ല ഇതൊക്കെ പറഞ്ഞു നിനക്ക് വേണ്ടോ? എനിക്ക് പെണ്ണുണ്ട്. നിനക്ക് വേണ്ട. നിനക്ക് അവൻ 2-3 പെണ്ണുണ്ട്. എന്നെ കണ്ണ് കാണിച്ചു കേട്ടോ. പെണ്ണുണ്ടോ എന്നെ കണ്ണ് കാണിച്ചു. പക്ഷെ ഞാൻ കണ്ണ് പോയ സ്ഥലത്ത് ആള് നിൽപ്പുണ്ട്. കണ്ണെത്തുന്നിടത്ത് മെയ്യെത്തുന്നിടത്ത് അതെന്തോ ഒരു അസ്ത്രം വിടുന്ന സാധനമല്ലേ? അത് തന്നെ അത് തന്നെ. കോട്ടയംകാരാണ്. നമ്മള് റീൽസിൽ വൈറലായ സ്ഥലം എവിടെയായിരുന്നു? എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. ഓ കോട്ടയത്ത് എവിടെയാ? കോട്ടയത്തെ ഞാൻ ഏറ്റുമായിരുന്നു നീണ്ടൂര്. നീണ്ടൂർ എന്നുള്ള അങ്ങനെ എടുത്തിട്ട് രണ്ട് ലിറ്റർ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞങ്ങളെ പറ്റി പറഞ്ഞില്ലേ? ഞങ്ങളെ കുറിച്ച് അറിയാൻ ഞാൻ ആദ്യം പറ. എന്റെ ചേട്ടത്തരക്ക് ചേട്ടൻ അച്ഛന്റെ പെങ്ങണമോ എന്റെ കൊച്ചച്ഛന്റെ മോനാണ്. ഞങ്ങളുടെ കസിൻസ്. ഞങ്ങൾ എല്ലാവരും മ്യൂച്വൽ ഫണ്ടാണ്. ഇത് ഞങ്ങളുടെ സ്വത്ത്. ഓ നിങ്ങളപ്പോ അമ്മ വീട്ടില് അച്ഛന്റെ അച്ഛന്റെ പെങ്ങടെ മോനല്ലോ. കസിൻസ് ആണ്. അച്ഛൻ മക ഇത് അമ്മ വക. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടുന്ന സമയത്താണ് റീൽസ് എടുത്തത്. പക്ഷെ ആക്ച്വലി നീ ഭയങ്കര ടിക്ടോക്കിൽ ഞാനിങ്ങനെ ഈ വീഡിയോ എനിക്കിങ്ങനെ അയച്ചു വന്നപ്പോ ഒരാളോട് ചോദിച്ചപ്പോ പറഞ്ഞു അംബരീഷ് ഭയങ്കര വലിയ വൈറലാ. പണ്ടും ടിക്ടോക്കിന്റെ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ ടിക്ടോക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറെ ഗ്യാപ്പൊക്കെ എടുത്തു. കുറെ ഗ്യാപ്പൊക്കെ എടുത്തു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആദ്യം വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഞങ്ങളുടെ ക്യാമറമാനായിരുന്നു. എനിക്കത് വീഡിയോ എനിക്ക് ഇഷ്ടമല്ല. ഇവന്മാര് കുറെ വീഡിയോ ഒക്കെ എടുക്കണം. നമുക്ക് മറ്റേ നാട്ടുമ്പുറത്ത് എന്ത് പടേ കാണിച്ചു വെക്കുന്നത്? അങ്ങനല്ല എന്നെ പറഞ്ഞേക്ക് നമുക്ക് എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഈ ഫ്ലോയിലോട്ട് വന്നിട്ടില്ല. പിന്നെ ഇവരുടെ ക്യാമറമാനായി. പിന്നെ ഒരിക്കൽ ഞാനിങ്ങനെ നമ്മുടെ നീണ്ടൂർ ഒരു പൂരമുണ്ട്. ആ പൂരത്തിൽ ഒരു ഗ്ലാസ് ഉണ്ട്, പച്ച കണ്ണാടി. ആ പച്ച കണ്ണാടിയൊക്കെ എടുത്ത് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ടിക്ടോക്കിൽ എടുത്തിട്ടു. വീഡിയോ എടുത്തിട്ട് രാവിലെ ആയിപ്പോണ്ടല്ലോ. അന്നത്തെ എനിക്ക് വിവോ വൈഫൈ 5 ഫോണാ. അന്നത്തെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ അല്ലേ. ഇത് ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് കിടക്കുന്നത്. രാവിലെ നെറ്റ് ഓൺ ആക്കി ഉണ്ടല്ലോ. എനിക്കെന്താണെന്നോ ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽ അറിയുന്നത്. എനിക്ക് സംഭവം മനസ്സിലായി. ഇത് 5 വർഷമൊക്കെ ആയി. അപ്പൊ എനിക്കിത് സംഭവം അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് ഞാൻ വൈറലാണ്. ഭയങ്കര വൈറലായിട്ട് പോയി അല്ലേ? അതിനുശേഷം പിന്നീട് ഒരുപാട് വൈറൽ വീഡിയോ നിങ്ങളുടെ പേജിൽ കിടപ്പുണ്ടല്ലോ. ഒരുപാട് 2 മില്യൺ 3 മില്യൺ. പക്ഷെ ഇത് 70 മില്യൺ ആയല്ലേ? 72. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും 100 മില്യൺ ആവും. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു കംബാക്ക് ആയിരുന്നു ഈ ഒരു ചേച്ചി. സത്യം പറയട്ടെ, ടിക്ടോക്ക് എല്ലാം നമുക്കൊരു 6-5 വർഷം ടച്ച് വിട്ട് പോച്ച്. ആ ട്രെൻഡ് കറക്റ്റ് ആയിട്ട് നമ്മള് ആ സമയത്ത് കറക്റ്റ് സമയത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പ്രസംഗിക്കുന്നു. അല്ല ഇങ്ങനെ അല്ല അതങ്ങനെ ഞങ്ങൾ പ്രായത്തിന് മെച്ചൂരിറ്റി കൂട്ടത്തിലുള്ള ഒരു മൂത്തെന്ന് പറയുന്നുണ്ടല്ലോ. എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ട്? ഇവര് എന്നെക്കാളും ഒരു 8 വയസ്സിന് ഡിഫറൻസ് ഉണ്ടോ? എനിക്ക് പറയടാ. വയസ്സ് വേണ്ട. എനിക്ക് ഒരു 27. എനിക്ക് 30 വയസ്സായി. ഓക്കെ സ്വീറ്റ് 30. ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ പോപ്പിൻസുകാർ എന്നെ എടുത്ത് കൊടുത്തായിരുന്നു. എങ്കിൽ എനിക്ക് എത്ര ഉണ്ടാവും? ചേച്ചിക്ക് 19 കൂട്ടറാ. ചേച്ചിന്നൊക്കെയല്ലേ വിളിച്ചത്? ചേച്ചിയായിട്ട് നമ്മള് പറഞ്ഞപ്പോ കുറച്ചിട്ട് കുറയ്ക്കാം. നല്ല 32 എനിക്ക് 35 വയസ്സുണ്ട്. 35 പറയൊന്നുമില്ല അല്ലേ? പിന്നെ നീ എന്തിനാ 35 പറഞ്ഞ? ഒരു ഫ്ലോയ്ക്ക് എന്നെക്കഞ്ഞ് മൂത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 5 കൈ നിന്നിട്ട് അല്ല പോപ്പിൻസ് ചെയ്തേ. അതവൻ പറഞ്ഞത് കാരണം മനസ്സിലായോ?
അത് അവനും എനിക്കും മനസ്സിലായി. 35 ഞാൻ എടുത്തോണ്ടിരിക്കുന്നു. ഒരു ഫ്ലോയ്ക്ക് കഴിഞ്ഞ് വന്ന് അല്ലെ 35 ചേച്ചിക്ക് ഉണ്ടോന്ന് വെച്ചിട്ട് തകർന്നു പോയി. റീൽസേ പോപ്പിൻസ് ആണ് ആദ്യം മീൻസ് വൈറലാവുന്നത്. ഈ പാട്ടില് ഒരുപാട് പേര് ചെയ്ത് വൈറലായിട്ടുണ്ട്. ആദ്യം ഒരു പയ്യൻ, ഞാൻ അവരോടും പറഞ്ഞിരുന്നു ഇങ്ങനെ ചാടി കളിച്ച. നിങ്ങളും ഇതൊക്കെ കോപ്പിയാണല്ലേ? ഞങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റെപ്പ് ഞാൻ പറയാം ഞങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അവൻ പറയട്ടെ. നീ ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മുടെ മണിച്ചേട്ടന്റെ സ്റ്റെപ്പാ. നിങ്ങൾ ആ സ്റ്റെപ്പ് ഒന്ന് റീവെന്റ് കണ്ടു നോക്കി. ഞാൻ പറയാം, തൊട്ടുംകോരക്കാരി പെണ്ണുങ്ങൾക്ക് അത് കണ്ട് ഇത് കൊണ്ടൊന്നും കോപ്പി അടിച്ചൊന്നുമല്ല. ഓ, അതിന് ഇൻസ്പയർ ചെയ്തതാ നിങ്ങളുടെ ആ സ്റ്റെപ്പ് നോക്കിയതേ ഇങ്ങനെ തൊട്ടുംകോരക്കാരി പെണ്ണുങ്ങൾക്ക് മണിച്ചേട്ടന്റെ സ്റ്റെപ്പല്ലേ ഇത്? അല്ലയോ? ഇന്ന് മണിച്ചേട്ടൻ ഫാമിലിയുടെ കോപ്പിറൈറ്റ് കൊടുക്കാൻ പറയണം. എന്താണ് പുള്ളി? അല്ല, നമുക്ക് എന്ത് ചെയ്താലും പുള്ളിയുടെ ഒരു മാനസോ ടച്ച് ഉണ്ടാവും. പണ്ട് മുതൽ അങ്ങനെ ഒരു സംഭവം. പക്ഷെ പോപ്പിൻസ് ഒക്കെ കളിച്ചപ്പോ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടേത് പക്ഷെ അത് ഇങ്ങനെ ആയപ്പോ നല്ല രസമുണ്ടാവും. ഓ, മണിച്ചേട്ടന്റെ നിങ്ങൾ സ്വന്തമായി കോൺട്രിബ്യൂട്ട് കണ്ടുപിടിച്ച ലാബിൽ കണ്ടുപിടിച്ച് വികസിപ്പിച്ച. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് ഞങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച. ഇങ്ങനെയാണല്ലോ അല്ലേ? എന്തെങ്കിലും വെറൈറ്റി ആണല്ലോ. അപ്പൊ നിങ്ങളെല്ലാം ശരിക്കും ഡാൻസ് കളിക്കുന്ന ഞാൻ ആക്ച്വലി ഡാൻസ് ആണ് മറ്റേ സിനിമ നടിമാരുടെ ബാക്ക്ഗ്രൗണ്ട് കളിക്കില്ല, നമ്മുടെ ഏഷ്യാനെറ്റ് ഉജാല ഫിലിം അവാർഡ്സ് അതിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അതെല്ലാം വിട്ട്. നീ അടിച്ചടിയതേ കൈ ചുമന്നടാ. അതെ, കൈ ചുമന്ന്. അത് നമ്മുടെ എനർജി ലെവലാ. ക്യാമറ ആണെങ്കിൽ അപ്പൊ ഭയങ്കര എനർജിയാ. അങ്ങനെയാണ് CCTV ക്യാമറയിലും ആവറേജ് ചേച്ചി നീക്കാൻ വേണ്ടി ഇത്ര തള്ളൊക്കെ വേണം. ഇയാള് പഠിക്കുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുക. എന്ത് ചെയ്യുന്നത്? ഞാൻ പ്രൈവറ്റ് ടൈമിൽ നീ ആ കൊച്ചനെ കൊല്ലുവാടാ. എന്നും എങ്ങനെയാണ് ഓടോ എന്നോട് പരാതിയൊക്കെ പറഞ്ഞു. ചേച്ചി എന്നും എങ്ങനെയാണ് ഇവരുടെ വേട്ടമൃഗമാണ്. അങ്ങനെ വേണം പറയാൻ. നിങ്ങൾ ഇങ്ങനെ ഈ മ്യൂച്വൽ ഫ്രണ്ടിന് ഇങ്ങനെ ഇട്ട് കൊല്ലാതെടാ. ഓഹൊക്കെ ചുമന്ന് സംഭവം അറിയോ? ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു ഇന്നസെൻസ് കിട്ടാൻ വേണ്ടി. പിന്നെ ഭയങ്കര ക്യൂട്ട്നെസ്സാ. ഉത്സവത്തിൽ ഇറങ്ങുവാണല്ലോ, ക്യൂട്ട്നെസ് കണ്ടിട്ട് വേണം ആൾക്കാർ നോക്കാൻ. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു കമ്പനി വർക്ക് ചെയ്യാ. പിന്നെ ആളോ മറന്നുപോയി. പ്രായത്തിന്റെ ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. സിനിമയിലാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അല്ലോ താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഓൾറെഡി 2 ഫിലിം ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നമ്മുടെ റോഷാൻ സാറിന്റെ പ്രദീപ് പൂവൻകോഴിയും, പിന്നെ നമ്മുടെ ശ്രീ ബബിത റിംഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടേഴ്സ് ചെയ്ത പാലി എന്ന് പറഞ്ഞ പടം. അതുപോലെ ശ്രീനിവാസ് ചേട്ടൻ, റാഫി മെക്കാട്ടൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അതിലെ മെയിൻ റോൾ ആയിരുന്നു. പിന്നെ പ്രദീപ് പൂവൻകോഴിയിൽ റോഷാൻ സാറിന്റെ വലങ്കായിട്ട് നിൽക്കുന്ന പയ്യല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എന്നാന്നാ ചോദിച്ചത്. പടത്തിന്റെ ചിന്തിക്കാൻ കണ്ടായിരുന്നു. എന്ത് പഠിത്തം? ഞാൻ കെൽട്രോണില് DTDM. പണിക്ക് പോവാതെ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ചേച്ചിക്ക് ഞാനൊന്ന് വെച്ചോണ്ടിരിക്കുക. ചേച്ചി എന്നെ ആസാക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പറ. ഈ ജോലി ഞാൻ എന്റെ പരിപാടി ഇതല്ല. ഇങ്ങനെ കോട്ടയത്ത് കുറവിലങ്ങാട്. അപ്പൊ ഞങ്ങൾക്കിടെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങളെ പോലെ വൈറലായ ആളുകളെ വിളിക്കുക, അൻസാറേന്ന് വിളിക്കുക, ഇന്റർവ്യൂ രാവിലെ മെസ്സേജ്, സാറിന് ഫ്രീ ആണോ എന്നിട്ടൊരു നമ്പരും. ഫോൺ എടുത്തേ ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരാം. അങ്ങനൊന്നുമില്ല. സത്യം പറയാലോ, രാവിലെ മിണ്ടിപ്പോകരുത്. രാവിലെ എനിക്കൊരു മെസ്സേജ്, നിങ്ങളെല്ലാം കേട്ടോ. രാവിലെ എനിക്കൊരു മെസ്സേജ്, വീഡിയോയുടെ അവിടെ ലവ് ചിഹ്നം, എന്നിട്ട് താഴെ ശരണ്യ, എന്നിട്ട് നമ്പര് കുറെ കുത്തുകുത്ത്. ഞാനെന്നൊരു ലവ് ചിഹ്നം കൊണ്ട് ശരണ്യ 2 നമ്പര് കുത്തുകുത്ത്. നമ്മളെന്താ കരുതുന്നേ? നീ കരുതില്ല. ഞങ്ങളൊക്കെ നോക്കുള്ളൂ. ഞാനിത്
വിളിക്കണോ ഈ കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ അശ്ലീലമാണ്, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അമ്മച്ചി ഞാൻ പറഞ്ഞു കേക്ക് ആ ചേച്ചിയുടെ മോഹൻ അവൻ ഗ്യാപ്പിലൊരു കോൾ ആടാ രാവിലെ നോക്കിപ്പോ അന്ന് ഞാൻ പിന്നെ വിളിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് ഒരു ലൗച്ചിന് തിരിച്ച് റിപ്ലൈ കൊടുത്തു. അതെ, ഞാൻ എന്നിലെ കോഴി ഉണ്ടായിരുന്നു. കേക്ക് ലൗച്ചിന് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞാണ് ചേച്ചി എന്നെ ഇന്റർവ്യൂ ആന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അല്ലയോ ഞാൻ ഇതിന് തെളിവ് സഹിതം ഞാൻ എഡിറ്റ് ചെയ്യാതെ ഞങ്ങൾ കാണിക്കുന്നത്. എന്റെ ഫോൺ അവിടെ എവിടെ ക്യാമറ? ഒന്നുമല്ല കേട്ടോ, ഒന്നുമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല. എന്നെ കംപ്ലീറ്റ് റിലേ വിട്ടു. നമുക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും ഈ വീഡിയോ കാണാം. ചോദിക്കേ ചേച്ചി ചോദിക്കേ. അതിനുശേഷം ഞാൻ ചോദിക്കാളൊക്കെ മാറും. നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ അങ്ങോട്ട് തന്നെ ചെയ്യാം. പിന്നെ ഈ വീഡിയോ വൈറലായപ്പോ ഇതിന് മുന്നേ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞായിരുന്നു, നീ ഒരു ടൂർ പോകുന്നത്, പിന്നെ ഒരു ഫേസ് കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായി ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇതാണ് ഭയങ്കര ട്രെൻഡ് ആയത്. ട്രെൻഡ് ആയതിനു ശേഷം ഫ്രണ്ട്സിന്റെ ഇടയിൽ എങ്ങനെയുണ്ട് നാട്ടുകാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി ടിക്ടോക്കിലൊക്കെ ഒരു നമ്മൾ പുറത്തിറങ്ങുമ്പോഴുണ്ടല്ലോ, പുറത്തിറങ്ങുമ്പോ അന്ന് നമ്മൾ ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങള് ആൾക്കാരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങിയാലും ഇത് പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നല്ലടാ, നീ ഇപ്പൊ എന്ത് വീഡിയോ ഒന്നും ഇല്ലാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു കമ്പാക്ക് അത്യന്താപേക്ഷിതമാണ്. ഫയർ ഉണ്ടല്ലോ ഓൾറെഡി. അതല്ല ഞാൻ ഡബിൾ മീനിങ്ങിനല്ല പറഞ്ഞത്, പാട്ടില്ലേ ഫയർ ഫയർ പാട്ടുണ്ട്. ഞങ്ങള് കേട്ടിട്ടൊന്നുമില്ല, അത് വീട്ടിൽ അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ അവർക്ക് അറിയാം. ഓൾറെഡി നമ്മള് ഇതിനു മുമ്പും മില്യൺ പോയിട്ടുണ്ട് വീഡിയോസ്. അപ്പൊ ഓൾറെഡി അവർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വീഡിയോ നോക്കിയപ്പോ 72 മില്യൺ കണ്ടു. 72 മില്യൺ കണ്ടപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു. ഒരുപാട് പേര് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അവരവരുടെ പേജുകളിൽ ഇടുന്നുണ്ട്, അവർക്ക് മില്യൺസ് അടിക്കുന്നുണ്ട്. ഞാനടക്കം ഞാൻ പറഞ്ഞില്ല സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത്രയും പേര് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ഇതിൽ തന്നെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ. അങ്ങനൊന്നുമില്ല, ഏറ്റവും കൂടുതൽ വ്യൂസ് പോയേക്കുന്ന എന്റെ അക്കൗണ്ടിൽ തന്നെയാണ്. പലരും എടുത്ത് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പൊ 72 മില്യൺ ആയില്ലേ. ഇതിന് റീച്ച് ഉള്ള വീഡിയോ ചെയ്യുമ്പോ അവർക്ക് 100 മില്യൺ ഒക്കെ. അപ്പൊ അങ്ങനെ പോയിട്ടില്ല. ഇപ്പൊ ഞാൻ ഓർത്തു നാട്ടില് പണിയില്ലാത്ത ചെക്കന്മാര് പണിയില്ലാത്ത ദിവസം ഒരു കൗട്ട് അടിക്കാൻ വേണ്ടിട്ട് കവട്ട അടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പോയപ്പോ എടുത്ത വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്. പ്ലാൻ പണി. അതെ അതെ, നിങ്ങളെ പ്ലാൻ. ഇവര് കള്ളു കുടിക്കത്തേ ഇല്ല. പക്ഷെ അംബരീഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഷെയർ ചെയ്യാം. അതില് മൊത്തം അംബരീഷ് ചെയ്തേക്കുന്ന മുഴുവൻ കൂടിയാ. ഞാനതല്ലേ പറഞ്ഞ പാമ്പ് കുഞ്ഞ് ആടി ആടി വന്നത്. നമ്മള് കുറച്ച് വീഡിയോ വൈറലായിരിക്കുന്ന വീഡിയോ ഏറ്റവും കൂടുതൽ അതാണ്, ഈ കുപ്പി കാണിച്ചുള്ള. അപ്പൊ ഒന്ന് ആലോചിക്കണം, കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു ത്വര ഈ വീഡിയോ മാത്രമേ പൾസറിയാണ് ചേച്ചി ലോക്കൽസിന്. അതല്ലേ സത്യം പറഞ്ഞാ ഈ നിങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയത് ഒരു കുറെ ചെക്കന്മാര് ഭയങ്കര രസമായിട്ട് എന്താ പറയാ, ഒരു അവരുടെ ഒരു മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്താന്നാണ് വിചാരിച്ചത്. ഇത്രയും പ്ലാൻ പണി ചെയ്തതെന്നറിയില്ല. ആ വേടി ഞാൻ എന്തത് കയറി പറയാം. നിന്റെ ക്യാമറ ഇതായിക്കോട്ടെ, ഇതിൽ കയറി പറ. അപ്പൊ ഇപ്പൊ ഫാൻസ് ഒക്കെ എവിടുന്നാ വരുന്നേ? ഫാൻസ് എവിടുന്നാന്ന് ഇപ്പൊ അറിയില്ല. അത് നമുക്ക് ഏറ്റവും കൂടുതലല്ലേ നമുക്ക് കമന്റ്സ് വരില്ലേ, നമുക്ക് കമന്റ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ശരിക്കില്ലേ, ഞാൻ ആദ്യത്തെ എന്റെ ടിക്ടോക്കില് നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 മില്യൺ അടുപ്പിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ വീഡിയോ ഒന്നും ചെയ്യില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന ചെറിയ ചെറിയ വൈറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ എന്റെ അക്കൗണ്ടിനെ ചവിട്ടി തൊഴിച്ചേൽപ്പിച്ചു. ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്തടുത്തിട്ട 2 വീഡിയോസും ഒരെണ്ണം 4 മില്യൺ ആയി. തൊട്ടടുത്തിട്ട ഒരു വീഡിയോ, ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്
ഇന്നലെ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് രാത്രി കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. അതുപോലെ എനിക്ക് ആ ഒരു കംബാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു നമുക്കൊരു ഫീൽ ഇല്ലേ, ഏത് ചേച്ചിക്ക് മനസ്സിലാത്തില്ല, ഒരു ഫീൽ ഇല്ലടാ. അല്ല ഇപ്പോഴും ആ പാട്ട് ഫയർ ഫയർ പാട്ട് കുറെ ആയില്ലേ അങ്ങനെ എനിക്ക് പാടാൻ എനിക്കറിയില്ല. അങ്ങനെ ഒരു പാട്ടുണ്ട്, ട്യൂൺ അങ്ങനെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ട്യൂൺ മാറിപ്പോയി. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യാറുണ്ടോ ആരാധകരാണ്? ഇപ്പോഴത്തെ കാര്യം അതാ പറഞ്ഞേ കേക്ക്. ഞാൻ എന്റെ ഇൻബോക്സിൽ ഓൾറെഡി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈമിൽ അതെല്ലാം പോയി, ഡിലീറ്റ് ആയി പോയി. എന്റെ ആ റിക്വസ്റ്റുകളെല്ലാം ഞാൻ എന്തോ കാണിച്ച് ഡിലീറ്റ് ആയി പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാണ് റിക്വസ്റ്റുകളിൽ ഈ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ആസ്വാദകരൊക്കെ പാൻ ഇന്ത്യ തലത്തിലാണ് ആസ്വാദകർ. ഞാനിപ്പോ ഞാനൊന്നും പറയുന്നില്ല, നാട്ടിൽ ചെല്ലുമ്പോണ്ടല്ലോ എന്നെ പിന്നെ പാൻ ഇന്ത്യ സ്റ്റാർ അപ്പൊ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ സംഭവം അറിയോ, ഈ പാട്ട് തെലുങ്ക് പാട്ടല്ലേ, തെലുങ്ക കന്നഡ എന്ന പാട്ടാ. ഈ പാട്ടിനെ കണ്ടിട്ട് മെസ്സേജ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മെസ്സേജ് അയക്കുന്ന ഇവിടുന്ന് ഇവിടം വരെ സ്വർണ്ണം കിട്ടി, ഇവിടുന്ന് ഇവിടം വരെ സ്വർണ്ണം കിട്ടി, ഇവിടുന്ന് ഇങ്ങനെ സിന്ദൂരൊക്കെ തൊട്ട മറ്റേ അമ്മച്ചിമാരൊക്കെ അവരാ അമ്മച്ചിമാരുടെ സ്റ്റാറാണല്ലേ. അല്ല ഏറ്റവും കൂടുതൽ ഈ തെലുങ്ക് അവരാണ്. അവരുടെ ഒരു ഒന്നും പറയാനില്ല, കാരണം അവരതങ്ങ് ഏറ്റെടുത്ത്. നീ ഇല്ലൊന്നും പറയണ്ട, നീ എന്താ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. അംബരീഷ് നീ പറയാൻ വന്നത് എനിക്ക് മനസ്സിലായി. ഇത്രയും സ്വർണ്ണമുള്ള അമ്മച്ചിമാരെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ അതെന്താ ഇത്ര സ്വർണ്ണമുള്ള അമ്മച്ചി എന്താ തോന്നിയേ? ഇല്ല അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. സർട്ടിഫൈഡാ അങ്ങനല്ല. ഇല്ല അവരുടെ ഒരു ശരിക്കും നിങ്ങളുടെ കൂടുതല് ഭയങ്കര നിഷ്കുവാന്ന് തോന്നുന്നു. ആളിത് ഇങ്ങനെ വെച്ച കൈ ഇല്ല, ഇങ്ങനെ വെച്ച കൈ ഇത് ഇപ്പൊ എത്ര ടേക്ക് എടുത്തായിരുന്നു അന്നത്തെ ദിവസം? മറ്റവര് നല്ല വളവില വഴി നിൽക്കുന്നേ. നമ്മൾ നോക്കുമ്പോ ഒരു ഇതിലാ നിൽക്കുന്ന ഒരു വളവില. അപ്പം അവിടെ വണ്ടി ഒച്ച ഓട്ടോ ഒക്കെ പോകുമ്പോ അവിടെ ചെല്ലണം, ഈ സൗണ്ട് കേൾക്കണമെങ്കിൽ. മ്യൂസിക് ചെയ്തേക്കണ സൗണ്ട് കേൾക്കണ്ടേ? ഇഷ്ടം പോലെ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ കോമഡി ശരിക്കും പ്രഭുവാ. എന്റെ വീട്ടില് എന്റെ വീഡിയോയിലാണ് ഞാൻ ഇൻസ്റ്റയിലാണ് ഏറ്റവും കൂടുതൽ കോമഡി വീഡിയോ ഇടുന്നെങ്കിലും, പക്ഷെ ഇതിന്റെ ബാക്ക് ക്യാമറ ഇല്ലേ, ബാക്ക് ക്യാമറ ഏറ്റവും കൂടുതൽ കൊമേഡിയൻ നീ ഭയങ്കര ചളി കോമഡി അടിക്കുന്ന. അതുണ്ട്, നമ്മൾ ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ചളി കോമഡി. ചേച്ചി ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചളി കോമഡി. ചേച്ചി അങ്ങനെ അല്ല, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. അങ്ങനെയല്ല പറഞ്ഞ ചളി കോമഡി എന്ന് പറയാൻ പേജിൽ കുറച്ച് ആൾക്കാരുടെ ഇത് വെച്ചിട്ട് മറ്റൊരു വെള്ളപ്പൊക്കത്തിൽ മഴ നനഞ്ഞ ചേച്ചിമാർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. മറ്റേ വണ്ടിക്കകത്ത് വെച്ചിട്ട് ചേച്ചി എന്ത് കോമഡി സ്റ്റാൻഡേർഡ് ഓർത്തിട്ടേ. ചേച്ചി അത് കണ്ടല്ലേ? അതാണ് ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ എന്തൊക്കെ കണ്ടാലോ, എന്തൊക്കെ ദുരിതം താട്ടിയാലോ ഞാൻ കൊണ്ട് നോക്കിട്ടോ. ഞങ്ങളെ വീഡിയോ ഒന്നും ഒരു ഫോട്ടോ ഇട്ടാ മതി. ഫോട്ടോ കണ്ട മറ്റേ ഇതില്ലേ മറ്റേ ക്യാമറക്ക് ഇവിടെ വന്നിട്ട് പഴയ യു ക്യാമറയില്ലേ, പഴയ യു ക്യാം സ്റ്റാർ ഇരിക്കുന്നേ. പിന്നെ ആദ്യം നമ്പറെല്ലാം അടിച്ചല്ലോ, ആദ്യം ശരണ്യ നേരിട്ട് താഴെ നമ്പർ. അപ്പൊ ഞാൻ എടുത്ത് നോക്കി, ഞങ്ങളൊക്കെ താഴെ ഉണ്ടല്ലോ മറ്റേ യു ക്യാം സെൽഫീസ് ഒക്കെ ഇങ്ങനെ ആ സാധനമൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് സത്യം പറയാം, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ അറിയില്ല. ഒരു 8-9 വീഡിയോസോ ഫോട്ടോസോ കിടപ്പിട്ടുള്ളൂ മൊത്തം. അതിന് മുന്നത്തെ എനിക്ക് അറിയില്ലടാ, സത്യമായിട്ട് അതിൽ എന്റെ ഒരു വീഡിയോ എങ്ങാണ്ടൊന്ന് വൈറലായിട്ടുള്ള, അതിനകത്ത് ഒരു 1 മില്യൺ അടിച്ച് എന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ. ആ ഡ്രസ്സ് കണ്ടിട്ട് എങ്ങാണ്ട് ആൾക്കാർ അത് ആരോ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നത് ഞാൻ ചുമ്മാ അപ്ലോഡ് ചെയ്തതാ. നിങ്ങൾ ഈ പറഞ്ഞ ഹാഷ്ടാഗ് ഒന്നും ഇടാന്ന് അറിയില്ല. എന്നുവെച്ചാൽ ഞാൻ ഫേസ്ബുക്കിലാണ്, ഫേസ്ബുക്ക് സ്റ്റാർ. ഫേസ്ബുക്ക് ആണ് നമുക്ക് കുറച്ചുകൂടെ ചിന്തകളും നമുക്ക് എഴുതാൻ പറ്റുന്നത്, നമ്മുടെ താത്വികമായ അവലോകനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, കൊച്ചു പിള്ളേർക്ക് ഇൻസ്പയർഡ് ആവുന്നത്, അങ്ങനെ കുറച്ച് സംതിങ് മോട്ടിവേഷൻ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഫേസ്ബുക്കിലാണ്.
ഇതൊന്നും പറഞ്ഞു താത്വികമായ അവലോകനങ്ങൾ. താത്വികമായി. എടാ, ഞാൻ നിന്നെ ഒരു തവണ ഇതാണ് ആ രേഖ. മനസ്സിലായില്ലേ? ഇതാണ് ആ രേഖ. ഇത്രയും താത്വികമായ അവലോകനങ്ങൾ. താത്വികമായ ഒരു ഒന്നുമില്ല, ഫേസ്ബുക്കിലും സ്വന്തം പ്രമോഷൻ മനസ്സിലായി. ഈ പറഞ്ഞ കുറച്ച് ഫോട്ടോസ് ഇടും, ക്യാപ്ഷൻ ഇടും, വിട്ടുപോകും. വേറെ ഒന്നും നോക്കാറില്ല. ഇനി അടുത്ത വൈറൽ വീഡിയോ ഇപ്പൊ സെയിം അതേ വെച്ചിട്ട് തന്നെ സെയിം കോസ്റ്റ്യൂമില് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ ഏതായിരുന്നു? പാട്ട് ഏതായിരുന്നു? മറ്റേ രാധക്കമൻ കേര ആ, രാധയ്ക്ക് വന്നിതായി സേവനം. ആ, അത് തന്നെ. ഗോപിയമന. ഓയ് ഹോയ് ഹോയ് ഹോയ്. മധുപ്പന് മേച്ചിട്ട്. ആ, അതിന്റെ അതന്നെ. സംഭവം. പാട്ടൊക്കെ പാടൂലേ? നീ പുകഴ്ത്തടാ, പാട്ടൊക്കെ പാടൂ. പുകഴ്ത്തടാ. ആ, വേണ്ട, ഇത്ര മതി. എന്റെ അക്കൗണ്ടിൽ ഒരു പാട്ട് പഠിക്കും. ഒരൊറ്റ പാട്ട്. ഒറ്റ പാട്ട്, ഒറ്റ പാട്ട്, ഒറ്റ പാട്ട്, ഒറ്റ പാട്ട്. പാട്ട് പാടാം. ഒരു പാട്ട്. ഞാൻ പാട്ട് പാടാം, ഞാൻ പാട്ട് പാടാം, ഞാൻ പാട്ട് പാട്, പാടാം. പാട്, പാട്. നമ്മൾ എന്തിനാ ഈ വെപ്രാളം കാണിക്കുന്നത്? പാട്. ഇതൊരു കുളത്തിൽ ചാടുന്നെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിടറാ. പാട്, ചാട്. അത് ചാട്, പാട്. പാട്. ഞാൻ പാടാം. കലാഭവനിയുടെ ഒരു പാട്ട് പാടാം. ആ. ഓടെ റൊമാൻറ്റിക് ആണോ? അല്ല. റൊമാൻറ്റിക് ആണെങ്കിൽ എക്സ്പ്രഷൻ ഇടും. അല്ല, ക്യാമറ അവനെ മാത്രം ഫോക്കസ് ചെയ്ത്. അല്ല, നീ ഇടണോ? ആ പാട്ട് പാടില്ല. എടാ, പാട്ട് പാടില്ല. എക്സ്പ്രഷൻ ഇടണം. എക്സ്പ്രഷൻ ഉറപ്പായിട്ട് കേട്ടോ. അല്ല, നീ പറ ഒരു പാട്ട്, കലാഭവനിയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട്. കലാമണി തൊട്ടുംതോരക്കാരി പെണ്ണുങ്ങൾക്ക് ഇത്ര അത് അത് പഠിക്കും. എനിക്ക് അത്ര അറിയാവുന്ന എന്നാ പിന്നെ ഉള്ളൂ, അറിയാവുന്ന പാട്ട് പാടി. അറിയാവുന്ന romantic പാട്ട്. തൊട്ടുംകരക്കാരി വേണ്ട വേണ്ട വേണ്ട, അറിയാവുന്ന പാട്ട് പഠിച്ചാൽ കലാമണിയുടെ പാട്ടൊക്കെ വെറുതെ. മനുഷ്യനെ ഏത് പാട്ട് പഠിക്കോ? romantic song. റൊമാൻറ്റിക് പാടിയോ? കലാഭവനിയുടെ ഏതാ? ഓടപ്പഴും റൊമാൻറ്റിക് ആണോ? നിങ്ങൾ പഴയ യു ക്യാം സ്റ്റാറില്ലേ? നിങ്ങൾക്ക് റൊമാൻറ്റിക് വരും, നിങ്ങൾ പാട്. സിനിമ പാട്ടോ? ഇതിപ്പോ ആരാരെയാണോ ഇല്ല, നമുക്കൊരു പാട്ട് കേൾക്കണം. അല്ല, നമുക്കൊരു പാട്ട് കേൾക്കണം. നമ്മൾ ഇതുവരെ ഈ അതുല്യ പ്രതിഭയുടെ ഫേസ്ബുക്ക് സ്റ്റാർ ആയിട്ടുള്ള അതുല്യ പ്രതിഭയുടെ ഒരു പാട്ടെങ്കിലും നമുക്ക് കേൾക്കണം. കാർത്തിക അവലോകനമായിട്ടൊരു പാട്ട് നമുക്ക് കേൾക്കണം. എല്ലാരും സൈഡിലായിക്കോട്ടോ. ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടേ ഇടത്തുള്ളൂ. ഒന്നുമില്ല, ഇതെങ്ങാനും പോയില്ലേ ഉണ്ടല്ലോ. ആ, പാട്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ തുടക്കീഴിൽ നീ വന്നതാ, കാറ്റാലെ നിൻ ഈറൻ മുടി ചേരും. എനിക്കറിയാം പാട്. നിങ്ങൾ കോട്ടയംകാരിയല്ലയോ? എല്ലാരും കലാകാരന്മാർ. നമ്മള് കോട്ടയംകാര് ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആ ബീറ്റ് ഇട്ടപ്പോ നല്ല രസമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു പാട്ട് പാടിയല്ലോ. കലാഭവൻ ചേട്ടൻ നല്ല, നിങ്ങൾ പറഞ്ഞ നല്ല ബീറ്റുള്ള വീട്ടിലെ പാട്ട്. എടേ, കഴിഞ്ഞ ദിവസേ ഫേസ്ബുക്കിൽ ഇങ്ങനെ വൈറലായിരുന്നല്ലോ മറ്റേ ചക്കയുടെ, മറ്റേ മണിച്ചേട്ടൻ തന്നെ പാടിയതാ. തെക്കേപ്പുറത്തെ പ്ലാവും മണ്ടോപ്പെ വരിക്ക ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ, ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടൻ കാച്ചിടണുണ്ട്, എന്നോടങ്കിടണ്ടോപ്പേ ചെല്ലാനേ. സങ്കട ചക്ക വലിയതാണോപ്പേ, നമ്മക്കുണ്ണി ഉള്ളിലെന്നോപ്പേ, അമ്മയുടെ ചങ്കക്കൂടമേ നീ എവിടെ? നല്ലൊരു പാട്ട് പാടി വേണ്ട. നീ ഞങ്ങള് നന്നായിട്ട് താളം പിടിക്കുന്നുണ്ട്. നല്ലൊരു പാട്ട് പറ. അത് ശരിക്കും സങ്കടമായിട്ട് താളം പിടിക്കുന്ന സംഭവില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴത്തെ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞത് മറ്റേ മിക്സ് പാരഡൈസ്. സത്യം പറഞ്ഞ ഒരു കൊച്ചു മരിച്ച, ചക്ക കഴിച്ചിട്ട് ഒരു കുഞ്ഞ് മരിച്ച പാട്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് പാടി ഞങ്ങളൊരു കോംപ്രമൈസ്. നമുക്ക് വേറെ പാട്ട് പാടാം. പാട്ട് പാട്. വേറെ പാട്ട് ഇത് പറയാ എല്ലാം മറന്നുപോയില്ല. പാട്ട് പാട്ട് പാടി. ഞങ്ങൾ പാടിയാ പോരായിരുന്നോ? പാട്ട് പാടി. പാട്ട് പാട്. നല്ലൊരു പാട്ട്. പാട്ട് പാടി. പാട്ട് പാടിക്കേ. മനസ്സിലാണ്ടേ? ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്തൊരുമ നൽകാം. പരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് വന്നൊരു പെണ്ണ് കേട്ടാൽ, ഒരു കുപ്പി മണ്ണെണ്ണ കത്തിത്തീരും വരെ പണ്ടാരത്തള്ളക്ക് ഉറക്കമില്ല. ടാറിട്ട റോഡാണ്, റോഡിന്റെ അരികാണ്, വീടിനടയാളം ശിവക്കൊന്ന, പച്ചരി ചോറുണ്ട്, പച്ച മീൻചാറുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി.
എന്താണെങ്കിലും എടാ ഈ പാട്ട് പാടിയപ്പോഴേ ഇവനെ പിടിച്ചു, കാരണം എന്നെ പിടിക്കുമോ മറ്റേ ലിപ്സ്റ്റിംഗ് മാത്രം നടക്കുന്നത് അവന്റെ വീഡിയോ കണ്ടാണ് ലിപ്സ്റ്റിംഗ് പാടി പോകാനാ സീരിയല്ല അവൻ പാടിക്കോളും. ഓക്കെ, എന്താണേലും നിങ്ങളുടെ എന്താ പറയുക ഇന്നത്തെ ദിവസത്തിൽ കുറച്ച് സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. മൂവി വേൾഡ് മീഡിയ ഓൾ ടീം നിങ്ങളോട് താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. കുറച്ചും പഠിച്ചിട്ട് എന്റെ കൈ ഇപ്പോഴുണ്ടോ, കുറച്ചും പഠിച്ചതിന്റെ കൈ ഇപ്പോഴും മാറിയിട്ടില്ല. എന്താ ചെയ്യാനാ, എന്ത് ചെയ്യാനാ. അപ്പൊ നിങ്ങൾ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് തന്നെ വന്നതിനും വളരെയധികം നന്ദി. കോസ്റ്റ്യൂം ഇട്ട് വന്നു, ഞങ്ങൾ ജോൺ ഫോനായിട്ട് വന്നത്. സത്യത്തിൽ ഇവര് ഭയങ്കര വെൽ സെറ്റിൽഡ് ഒക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ നമ്മുടെ വീഡിയോ ഇവരെ പോലെ വൈറലാവണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് സെയിം കോസ്റ്റ്യൂം ഞാൻ മേടിച്ച് വെച്ച് എടുപ്പിച്ച് ഇട്ടതാണ്. എന്താണെന്നറിയില്ല, അന്നത്തെ കഴിഞ്ഞ പിന്നെ ഇവന്മാരത് ഊരിയിട്ടേ ഇല്ല. ഞാൻ 5 മിനിറ്റ് അതല്ല, അത് മറ്റേ മുഖത്തെ മേക്കപ്പ് എന്ന് പറഞ്ഞ എന്താ സാധനം ഇട്ടില്ലേ അതിന്റെ. അപ്പൊ താങ്ക് യു.